അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ പോകുന്ന മസ്അല ഹൈള്, നിഫാസ്, കാർത്തിയുടെ നോമ്പിനെ സംബന്ധിച്ചിട്ടാണ്. പല ആളുകളും അതുമായി ബന്ധപ്പെട്ട മസ്അല ചോദിച്ചതുകൊണ്ടാണ് ചുരുങ്ങിയ രൂപത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹൈള് കാലത്തും നിഫാസ് കാലത്തും സ്ത്രീക്ക് നോമ്പ് നിർബന്ധമില്ല. പിന്നീട് ആ നോമ്പിനെ ഖളാ വീട്ടേണ്ടതാണ്. ആ കാലത്ത് നോമ്പ് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, പിടിക്കൽ ഹറാമാണ്. മാത്രമല്ല, നോമ്പാണ് എന്ന ഉദ്ദേശത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, മഗ്‌രിബ് വരെ നോമ്പുകാരനെ പോലെ നിൽക്കലും ഹറാമാണ്, കുറ്റകരമാണ്. അതേസമയത്ത് നിസ്കാരത്തിൻ്റെ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹൈദ് കാലത്തും നിഫാസ് കാലത്തും നിസ്കാരം നിർബന്ധമില്ല എങ്കിൽ പിന്നീട് അത് ഖളാ വീട്ടേണ്ടതില്ല. എന്താ തമ്മിലുള്ള വ്യത്യാസം? റമളാനിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് വർഷത്തിൽ ഒരിക്കൽ വരുന്നതായതുകൊണ്ട് അത് മടക്കണം, ഖളാ വീട്ടണം എന്നുള്ളതാണ്. നിസ്കാരം എന്നുള്ളത് ഡെയിലി ചെയ്യുന്ന 5 വക്ത് നിസ്കാരമാണല്ലോ. ഒരു മാസത്തിൽ 5 or 6 or 7 ദിവസം അയലുണ്ടായാൽ ആ സമയത്തൊക്കെ എല്ലാ മാസത്തിനും ഖളാ വീട്ടണം എന്ന് പറയുമ്പോൾ അതൊക്കെ പ്രയാസമാകും. ഉമ്മത്തിനിക്കത് പ്രയാസമാകുന്നത് കൊണ്ടാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലാഹു തആല കീർത്തിക്കുകയില്ല, തക്ലീഫ് ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഒരു പെണ്ണുങ്ങൾക്ക് മെൻസസ് കാലത്ത് 5 or 6 or 7 ദിവസങ്ങളൊക്കെ നിസ്കാരം ഖളാകാറുണ്ട്, നോമ്പ് നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട നോമ്പിനെ അടുത്ത നോമ്പ് വരുന്നതിന് മുമ്പായിട്ട് ഖളാ വീട്ടണം. പെട്ടെന്ന് തന്നെ ഖളാ വീട്ടൽ ആണ് ഏറ്റവും സുന്നത്ത്. നിർബന്ധമില്ല. കാരണം ഹയാത്ത് മൗത്ത് പറയാൻ പറ്റൂലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ നിർബന്ധമായ ഒരു കാര്യം ബാക്കി വെച്ചുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വീടിക്കൊണ്ട് മരിക്കുകയാണല്ലോ. ആ മരണം എപ്പോഴാണ് പിടികൂടുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അടുത്ത റമളാൻ വരുന്നതിൻ്റെ മുമ്പായിട്ട് ഖളാ വീട്ടിയാൽ മതി. പക്ഷേ പെട്ടെന്ന് ഖളാ വീട്ടൽ സുന്നത്തും കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് റമളാൻ കഴിഞ്ഞ ഉടനെ 6 നോമ്പ് സുന്നത്തായിട്ട് ഇസ്ലാം കൽപ്പിച്ചത് ഇത്തരം സ്ത്രീകളെ പരിഗണിച്ചത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാക്കി നോമ്പ്, വൈ നോമ്പൊക്കെ പറയും. പല നാടുകളിൽ പല നോമ്പുകൾ അതിലൊക്കെ പേര് പറയാറുണ്ട്. കിതാബുകളിൽ സിത്തത്തും മിൻ ഷവ്വാൽ, ഷവ്വാലിൻ്റെ 6 നോമ്പ് എന്ന് തന്നെ കാണാം. അത് പിടിച്ചാൽ ഒരുപാട് പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഒന്നിച്ചെന്താക്കാം, സുന്നത്തായ നോമ്പിൻ്റെ ഒന്നിച്ച് പെണ്ണുങ്ങൾക്ക് 2നെയും കരുതി നോമ്പ് പിടിച്ചാൽ 2 കൂലിയും കിട്ടും. അതല്ലെങ്കിൽ മറ്റുള്ള സുന്നത്തായ നാളുകളിൽ അറഫ നോമ്പുകളോ മുഹറമിൻ്റെ നോമ്പുകളോ അല്ലെങ്കിൽ റജബ് അതുപോലെ തന്നെ ബറാഅത്തിൻ്റെ നോമ്പുകളോ വരുമ്പോൾ സുന്നത്ത് നോമ്പിനെയും അതുപോലെ തന്നെ ഇവരുടെ മേൽ ഖളായ നോമ്പിനെയും ഖളാക്കാനുള്ള നോമ്പിനെയും 2നെയും ഒന്നിച്ച് നിയ്യത്ത് വെച്ചാൽ 2 കൂലിയും കിട്ടുന്നതാണ്. അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. എത്രയോ പെണ്ണുങ്ങൾ ആ നോമ്പ് കുടിക്കുന്നതിനെ ഖളാ വീട്ടുന്നതിനൊരു കെയർലെസ്സായി കരുതുന്ന എത്ര പെണ്ണുങ്ങളുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നു, അടുത്ത റമളാനിൻ്റെ മുമ്പായിട്ട് നീ ഖളാ വീട്ടണം. ഇനി അടുത്ത റമളാനിൻ്റെ മുമ്പായിട്ട് നീ കാരണമില്ലാതെ ഖളാ വീട്ടില്ല എങ്കിൽ, നിനക്ക് കഴിവുണ്ടായിരിക്കെ സമയമുണ്ടായിരിക്കെ നീ ഖളാ വീട്ടില്ലെങ്കിൽ, നീ ആ നോമ്പിൻ്റെ ഖദറനുസരിച്ചിട്ട് ഓരോ നോമ്പിനിക്കും എത്ര നോമ്പാണോ നീ ഖളാ വീട്ടാനുള്ളത്, ആ ഓരോ നോമ്പിനിക്കും നീ മുദ്ദ് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
അപ്പോൾ ഒരു വർഷം നീ പിന്തിച്ചാൽ 6 നോമ്പിനിക്ക് 7 നോമ്പിനിക്ക് ഒരു മുദ്ദ് ഭക്ഷണം കൊടുക്കണം, 650 ഗ്രാം ഭക്ഷണം അരി കൊടുക്കണം. ഇനി 2 കൊല്ലം പിന്തിച്ചാലോ അത് ഡബിളാകും, 3 കൊല്ലം പിന്തിച്ചാലോ അത് ത്രിബിളാകും. ഇങ്ങനെ വർഷങ്ങൾ പോകുന്നവരും ഒരു മുദ്ദ് ഭക്ഷണം കൊടുക്കണം, അതോടൊപ്പം നോമ്പ് ഖളാ വീട്ടണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. അപ്പോൾ നിസ്കാരം ഹൈദ് കാലത്തും നിഫാസ് കാലത്തുമുള്ള ആ നോമ്പ് വളരെ അധികം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.